സച്ചിയുടെയും രേവതിയുടെയും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ചെമ്പനീർപ്പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ സച്ചി മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാവുകയാണ്. അതായത് എല്ലാവരും കണ്ടു ആ വീഡിയോ. സച്ചി ഭയങ്കരമായിട്ട് കള്ളൊക്കെ കുടിച്ച് അതായത് ഓട്ടത്തിനൊക്കെ വണ്ടി ഓടിച്ച് ആൾക്കാരെ വിളിക്കാൻ വേണ്ടി പോകുന്ന ഒരു വീഡിയോ ആണ് വൈറലായത്. ഇതുമൂലം രേവതിക്കും വീട്ടുകാർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും നാണക്കേടായി. സച്ചിക്കും ഭയങ്കര നാണക്കേടായി. ഈ വീഡിയോ വൈറലായതോടുകൂടി പോലീസ് സച്ചിയുടെ വണ്ടി പിടിച്ചുകൊണ്ട് പോയി. കാരണം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ശരിയല്ലല്ലോ. അതും മറ്റുള്ളവർക്ക് വേണ്ടി ഓടുന്നൊരു വണ്ടിയും കൂടി ആവുമ്പോൾ മദ്യപിക്കുന്നത് ഒട്ടും ശരിയല്ല. അപ്പോൾ സച്ചിയുടെ വണ്ടി അങ്ങനെ പോലീസ് പിടിച്ചുകൊണ്ടും പോവുകയാണ്. ചന്ദ്രക്കൊക്കെ കുറച്ച് സന്തോഷമായി. കാരണം അവർക്ക് സച്ചിയുടെ സങ്കടം കണ്ടാൽ ഭയങ്കര സന്തോഷമാകുമല്ലോ, രേവതിയുടെയും സച്ചിയുടെയൊക്കെ. ചന്ദ്രയും ശ്രുതിയും ഹാപ്പിയാണ്. പക്ഷേ വീട്ടുകാർക്കൊക്കെ അത് വല്ലാത്തൊരു നാണക്കേടാവുകയും രവി സച്ചിയോട് മിണ്ടാതാവുകയൊക്കെ ചെയ്യുകയാണ് ഈ പ്രശ്നം കാരണം. രേവതിയെ എല്ലാവരും പൂക്കടയിൽ വരുന്നവരൊക്കെ പറയും, നിനക്ക് സച്ചി ഭർത്താവല്ലേ, അവനെ ഉപദേശിച്ചൊന്ന് നന്നാക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയും, ഞാൻ എത്ര ഉപദേശിച്ചിട്ടും അദ്ദേഹം കേൾക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യാനാണ്. കാരണം രേവതിയും വിശ്വസിച്ചിരിക്കുന്നത് മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്നാണ്. പക്ഷേ അത് ഒറിജിനൽ വീഡിയോ ഒന്നും അല്ല, ഫേക്കാണ്. ആരോ എഡിറ്റ് ചെയ്ത് സച്ചിക്കിട്ടൊരു നല്ല ഉഗ്രം പണി കൊടുത്തതാണ്. ഇതുമൂലം എല്ലാവരും കുടുംബക്കാരും മൊത്തം നാണക്കേടായി. പക്ഷേ രേവതി പോലും വിശ്വസിച്ചിരിക്കുന്നത് അത് ഒറിജിനൽ വീഡിയോ തന്നെയാണ്, സച്ചിയേട്ടൻ മദ്യപിച്ച് തന്നെയാണ് വണ്ടി ഓടിച്ചതെന്നാണ് രേവതിയും വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ രേവതിയോടൊരു ചേച്ചി, അതായത് പരിചയത്തിലുള്ള പൂ മേടിക്കാൻ വരുന്നൊരു ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചി പറയും, എൻ്റെ ഭർത്താവും ഇതുപോലെ ഭയങ്കര കുടിയായിരുന്നു, ഒരു വൈദ്യൻ ഒരു പച്ചമരുന്ന് തന്നായിരുന്നു, അത് കലക്കി കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടിയെല്ലാം നിന്നു എന്ന് പറയുമ്പോൾ രേവതി പറയും, ചേച്ചി ഇതെന്നാ നേരത്തെ പറഞ്ഞൂടെ, സച്ചിയേട്ടനും അത് കൊടുക്കായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ചേച്ചി പറയും, നിനക്ക് വേണമെങ്കിൽ ഞാൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി മേടിച്ചു തരാമെന്ന് പറയുവാണ് ആ പച്ചമരുന്ന്. അപ്പോൾ രേവതി ചോദിക്കും, അത് കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ലല്ലോ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. പിന്നീട് അദ്ദേഹം ഈ പച്ചമരുന്ന് കുടിച്ചതിന് ശേഷം കള്ളു കുടിക്കാൻ പോയാലും നമ്മൾ ഛർദ്ദിച്ചെല്ലാം കളയും. അതുമൂലം കള്ളുകൂടി നിർത്തി തന്നെ പൂർണ്ണമായിട്ടും നിർത്തും. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ ഇപ്പം നോക്ക്, എൻ്റെ ഭർത്താവ് എന്ത് നന്നായിട്ടാണ് പണിക്ക് പോകുന്നത്, കള്ളുകൂടി പൂർണ്ണമായിട്ടും നിർത്തിയില്ലേ. അപ്പം രേവതിക്ക് വിശ്വാസവും സംഭവം കൊള്ളാലോ, എന്നാൽ സച്ചിയേട്ടനും അത് കലക്കി കൊടുക്കാമെന്ന് രേവതി മനസ്സിൽ വിചാരിക്കും. അങ്ങനെ ആ ചേച്ചി ആ പച്ചമരുന്നൊക്കെ ഒപ്പിച്ച് രേവതിക്ക് കൊടുക്കുവാണ്. രേവതി അപ്പോൾ വീട്ടിൽ അടുക്കളയിൽ ആരും കാണാതെ ജ്യൂസ് അടിച്ചിട്ട്, ഓറഞ്ചിൻ്റെ ജ്യൂസൊക്കെ അടിച്ചിട്ട് അതിൽ ഈ പച്ചമരുന്ന് കലക്കിയിട്ട് അവിടെ വെക്കും. അപ്പോഴേക്കും രേവതി അച്ഛൻ വിളിക്കും പുറത്തോട്ട്. അപ്പോൾ രേവതി അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്ന ടൈമിൽ ചന്ദ്ര അടുക്കളയിലോട്ട് വരും. ചന്ദ്ര നോക്കുമ്പോൾ ഓറഞ്ച് ജ്യൂസൊക്കെ അടിച്ചു വെച്ചിരിക്കുന്നു. ചന്ദ്ര പറയും, ഓ ഇതെന്താ ഇവിടെ ഓറഞ്ച് ജ്യൂസൊക്കെ പതിവില്ലാണ്ട് അടിച്ചു വെച്ചിരിക്കുന്നത്, ഓ അവളുടെ ഭർത്താവിനായിരിക്കും, അവനിപ്പോൾ അങ്ങനെ ഇതൊന്നും കുടിക്കാൻ നിൽക്കണ്ട, അവൻ ആവശ്യത്തിന് കള്ള് കുടിക്കുന്നുണ്ട്, ഇത് ഞാൻ കുടിക്കാമെന്ന് പറഞ്ഞ് ചന്ദ്ര ആ ജ്യൂസ് മുഴുവൻ ഒറ്റയടിക്ക് കുടിക്കുവാണ്. എന്നിട്ട് ഇതൊക്കെ അച്ഛനോട് സംസാരിച്ച് കഴിഞ്ഞ് രേവതി അടുക്കളയിലോട്ട് വരുമ്പോഴേക്കും ചന്ദ്ര ഇതൊക്കെ കുടിച്ച് തീർത്ത് നിൽക്കുന്ന രംഗമാണ് രേവതി കാണുന്നത്. രേവതി വല്ലാണ്ട് പേടിക്കും. കാരണം സച്ചിക്ക് വേണ്ടി കലക്കി വെച്ച മരുന്ന് ചേർത്ത് ജ്യൂസാണല്ലോ അത്, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു പേടിയായി. പക്ഷെ ചന്ദ്ര നല്ല ഉഷാറായിരുന്നു കേട്ടോ. എന്നാലും രേവതിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. രേവതി എളുപ്പം വണ്ടി എടുത്ത് പുറത്തോട്ടോടി. അതിനു മുമ്പ് ആ പച്ചമരം തന്ന ചേച്ചിയെ കുറേ പ്രാവശ്യം വിളിക്കും. പക്ഷെ ആ ചേച്ചി ഫോൺ എടുക്കില്ല. അപ്പോൾ രേവതി നേരിട്ട് പോകാമെന്നോർത്ത് വണ്ടിയെടുത്ത് നേരെ ഓടുവാണ് ചേച്ചിയുടെ അടുത്തോട്ട്. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് ഇവിടെ ഒരു വയറുവേദന തുടങ്ങും. വയറുവേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വയറുവേദന, വയറ്റിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കുവാണ്. ഒരു 10-12 പ്രാവശ്യമെങ്കിലും ചന്ദ്രയുടെ വയറ്റിൽ നിന്ന് ഇങ്ങനെ പോയി ചന്ദ്ര പൂർണ്ണമായിട്ട് അവശതയാവും. ചന്ദ്ര അങ്ങനെ ഒരു ഒറ്റ കിടക്കുവാണ്. എല്ലാവരും പേടിക്കും. രവിയും ശ്രീകാന്തും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയും എല്ലാവരും പേടിച്ചിരിക്കുകയാണ് ചന്ദ്രയുടെ അവസ്ഥ കണ്ടിട്ട്. കാരണം അത്രയ്ക്ക് തളർന്നു പോയി. അപ്പോൾ രേവതി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. രേവതി ആ ചേച്ചിയെ കാണാൻ വേണ്ടി പോയിരിക്കുവാണ്. അപ്പോൾ ചേച്ചിയോട് ചോദിക്കും, ചേച്ചി ജ്യൂസ് അമ്മ എടുത്ത് കുടിച്ചു, അത് കുടിക്കുന്നതുകൊണ്ട് വല്ല പ്രശ്നം ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഏയ് പ്രശ്നമൊന്നും വലുതായിട്ടൊന്നും ഉണ്ടാവില്ല, നീ അതോർത്ത് പേടിക്കുകയൊന്നും വേണ്ട, അതപ്പം തന്നെ ശരിയാവും, ചിലപ്പോൾ കുറച്ച് ക്ഷീണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആ ചേച്ചി സമാധാനിപ്പിച്ചൊക്കെ വിടും. രേവതിക്ക് എന്നാലും ടെൻഷനാണ്. ചന്ദ്രയുടെ അവസ്ഥ കൊണ്ട് ഹോസ്പിറ്റലിൽ പൊക്കിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും സച്ചി എളുപ്പം പോയി ഡോക്ടറെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ടും വരുവാണ്. ഡോക്ടർ വന്ന് നോക്കുമ്പോഴേക്കും പറയും, ഫുഡ് പോയ്സൺ ആണ്, പേടിക്കാനൊന്നുമില്ല, ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് റിസൾട്ടൊക്കെ വരും ഈ ടൈമിൽ. എന്നിട്ട് പറയും ഫുഡ് പോയ്സൺ അടിച്ചതാണ്, എന്തോ കഴിച്ചത് പിടിച്ചിട്ടില്ല അമ്മയ്ക്ക്, അതാണ് ഇങ്ങനെ ആയെന്നൊക്കെ പറയും. അപ്പോൾ ചന്ദ്ര പറയും, ഞാനൊന്നും അതിനെ പുറത്തുനിന്നൊന്നും കഴിച്ചിട്ടില്ല ഡോക്ടറെ എന്നൊക്കെ പറയും. പക്ഷെ ഡോക്ടർ പറയും, എന്തായാലും പേടിക്കാനൊന്നുമില്ല, മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്, കുറച്ച് നേരം ഒന്ന് കിടന്ന് കഴിയുമ്പോഴേക്കും ശരിയാവും, പിന്നെ
പിന്നെ നല്ലോണം ഒന്ന് ഭക്ഷണം കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ട് പോകുവാണ്. അപ്പോഴേക്കും ചന്ദ്ര അങ്ങനെ കിടക്കലാണ്. അപ്പോഴാണ് രേവതി കയറി വരുന്നത്. രേവതി പേടിക്കും ഡോക്ടറെയൊക്കെ കാണുമ്പോഴേക്കും. രേവതി ചോദിക്കും, എന്താ സച്ചി ഏട്ടാന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, അമ്മക്ക് പെട്ടെന്ന് വയ്യാണ്ടായി, അമ്മ ദേ ഡോക്ടറൊക്കെ വിളിച്ചുകൊണ്ടും വന്ന് അമ്മക്ക് തീരെ വയ്യാന്ന് പറയും സച്ചി. ഈ ടൈമിൽ ചുറ്റിനും കൂടി നിന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താണ് അമ്മ കഴിച്ചത്, ഈ വയറ്റിന് പിടിക്കാത്തത് എന്താണ് അമ്മ കഴിച്ചെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും, ഞാനൊന്നും കഴിച്ചില്ല എന്ന് പറയും. ചന്ദ്രക്ക് ഓർമ്മയില്ല ഈ ജ്യൂസ് കുടിച്ച കാര്യമൊന്നും. അപ്പോഴേക്കും രേവതി പറയും, അച്ഛാ സച്ചിയേട്ടൻ്റെ കുടി നിർത്താൻ വേണ്ടി ഞാൻ ആ ജ്യൂസിൽ കുറച്ച് മരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു, അതാണ് അമ്മ എടുത്ത് കുടിച്ചതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് നല്ല ദേഷ്യം വരും. എടി മഹാഭാബി, നീ എന്നെ കൊല്ലാൻ നോക്കിയതാണല്ലേ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ ചീത്ത പറയും. അപ്പോഴേക്കും രവി പറയും, അതിന് അവൾ നിനക്കായിട്ട് വെച്ചതല്ലോ, സച്ചിക്ക് വെച്ചതല്ലേ, നിന്നോട് ആര് പറഞ്ഞു അതെടുത്ത് കുടിക്കാനെന്ന് പറഞ്ഞ് രവി ചീത്ത പറയും ചന്ദ്രയെ. അപ്പോഴേക്കും സച്ചിക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടവും. കാരണം രേവതി ഇങ്ങനെ ഒരിക്കലും ചെയ്യുമെന്ന് സച്ചി വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് ഫേക്ക് വീഡിയോ ആണെന്ന് സച്ചിക്കറിയാം. പക്ഷെ രേവതി പോലും തന്നെ വിശ്വസിക്കുന്നില്ലല്ലോ എന്നോർത്തിട്ടായിരുന്നു സച്ചിക്ക് കൂടുതൽ ടെൻഷനും. ചന്ദ്രക്ക് ഈ സത്യം പറഞ്ഞപ്പോൾ നല്ല ദേഷ്യം വന്നു. എല്ലാവരും ഞെട്ടിയും പോയി. കാരണം അമ്മയുടെ ഈ അവസ്ഥക്ക് കാരണക്കാരി രേവതിയാണെന്ന് ആരും ഓർത്തിട്ടുണ്ടായിരുന്നില്ല. രേവതി പറയും, എല്ലാവരും സച്ചേട്ടൻ്റെ കുടി എങ്ങനെയെങ്കിലും നിൽക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ടൊന്നും ചന്ദ്രക്ക് കേൾക്കുന്നില്ല. ചന്ദ്ര നല്ല ചീത്ത പറയുന്നുണ്ട്, രവി തിരിച്ചും പറയുന്നുണ്ട്. എന്തായാലും പിന്നീട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേക്കും സച്ചി പറയും, രേവതി മേടിച്ച വണ്ടി ഞാൻ കള്ളുകൂടി ഓടിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കര സെൻറ്റി ആവുകയാണ്. നല്ല കരച്ചിലൊക്കെയാണ്. അപ്പോൾ എന്തായാലും ചെമ്പനീർപ്പൂവിൻ്റെ ഇതുപോലുള്ള വിശേഷങ്ങൾ ഞാൻ ഇനിയും ചാനലിലൂടെ അപ്ലോഡ് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യണം.